ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ മുൻപത്തെ എപ്പിസോഡ്സൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ കുറച്ച് കോപ്പിറൈറ്റ് ഇഷ്യൂസ് വന്നിരുന്നു. അതുകൊണ്ടാണ് വീണ്ടും അപ്ലോഡ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നമ്മുടെ ഫിഫ്ത്ത് എപ്പിസോഡ് ഒന്ന് കണ്ടു നോക്കാം. അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡിൽ, നമ്മുടെ ഫോർത്ത് എപ്പിസോഡിൽ ഇവർ രണ്ടുപേരും കിസ് ചെയ്യുമോ ഇല്ലയോ എന്നൊക്കെ നമ്മളൊരു ഡൗട്ടിലാണ് നിർത്തിയത്. അങ്ങനെ ദേ കിസ് ചെയ്യാൻ പോകുന്ന നമ്മുടെ ജിയുൺ അവൻ്റെ മേത്ത്, അവൻ്റെ ഷോൾഡറിൽ ഉറങ്ങി വീഴുകയാണ് കേട്ടോ. രണ്ടുപേരും കുറച്ച് ക്ലോസ് ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിലും അവിടെ കിസ്സോ അങ്ങനെ ഒന്നും തന്നെ സംഭവിക്കുന്നില്ല. അങ്ങനെ ദേ നെക്സ്റ്റ് ഡേ ആയിട്ടോ. അപ്പോൾ നമ്മുടെ ജിയുൺ മെല്ലെ ആ ഒരു മയക്കത്തിൽ നിന്നൊക്കെ എഴുന്നേൽക്കുകയാണ്. എന്നിട്ടിങ്ങനെ ഒരുപാട് ആലോചിക്കുന്നുണ്ട്. തലേദിവസം കണ്ടത് സ്വപ്നമാണോ അതിനി ശരിക്കും റിയാലിറ്റി ആണോ എന്നൊന്നും ഇവൾക്ക് ഒരു രീതിയിലും ആലോചിച്ചിട്ട് പിടുത്തം കിട്ടുന്നില്ല. അങ്ങനെ വീട്ടിൽ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മുടെ സിഇഒ ആയിട്ട് ഒരു കഫേയിൽ വെച്ച് മീറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ രണ്ടുപേരും കുറച്ച് ഡ്രിങ്ക്സ് ഒക്കെ കുടിച്ചിരുന്നല്ലോ തലേദിവസം. അപ്പോൾ അതിന് കുറച്ച് ടാബ്ലറ്റ്സ് ഒക്കെ കൊടുക്കുന്നുണ്ട് നമ്മുടെ സിഇഒ ജിയുണിന്. ജിയോൺ സിയോനോട് ചോദിക്കുന്നുണ്ട്, തലേദിവസം നമ്മുടെ യുൻഹോയും ബാക്കി എല്ലാ സ്റ്റാഫും അവരുടെ വീട്ടിൽ സേഫായി എത്തിയോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സിയോ പറയുന്നുണ്ട്, ആ എല്ലാവരും സേഫായിട്ട് എത്തി. എന്നിട്ട് സിയോ പറയുന്നുണ്ട്, അതായത് യുൻഹോ നിന്നെ അന്വേഷിച്ചിരുന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു അവനോട്, നീ ഡ്രങ്കൺ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫീസിൽ പോയി കിടക്കും, അതുകൊണ്ട് തന്നെ ടെൻഷൻ അടിക്കേണ്ട എന്നൊക്കെ പറഞ്ഞപ്പോൾ അവൻ നേരെ വീട്ടിലേക്ക് പോയി, നിൻ്റെ അടുത്തേക്ക് ഓഫീസിലേക്കൊന്നും വന്നില്ല എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് കേൾക്കുമ്പോൾ ജിയോണ് സമാധാനമാവാണ്. കാരണം അവൻ എന്തായാലും വന്നിട്ടില്ലല്ലോ. എങ്കിലും ഒരു ചെറിയ ഡൗട്ടൊക്കെ ഉണ്ട്, ഡ്രീം തന്നെയാണോ എന്നൊരു ഡൗട്ടുണ്ട് ഇപ്പോഴും. അങ്ങനെ ഇവൾ ഓഫീസിൽ വന്നപ്പോൾ നമ്മുടെ യുൻഹോ ഇവൾക്കുള്ള ഷെഡ്യൂൾസ് ഒക്കെ ഓർഗനൈസ് ചെയ്തിട്ട് കൊണ്ടുവന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ജിയുൺ ചോദിക്കുന്നുണ്ട്, ഇന്നലെ പാർട്ടിക്ക് പോയതിന് ശേഷം ഇങ്ങോട്ട് തിരിച്ചു വന്നോ, ഓഫീസിലേക്ക് വന്നിരുന്നോ, എന്നെ മീറ്റ് ചെയ്തോ എന്ന് ചോദിക്കുകയാണ്. മറുപടിയായിട്ട് യുൻഹോ പറയുന്നുണ്ട്, ഞാൻ ഇങ്ങോട്ട് വന്നില്ല, ഞാൻ നേരെ വീട്ടിലേക്ക് പോവുകയാണ് ചെയ്തത്, ഓഫീസിലേക്ക് ഞാൻ വന്നിട്ടില്ല എന്ന് പറയുകയാണ്. അപ്പോഴാണ് അവനൊരു കോൾ വരുന്നത് കേട്ടോ. അപ്പോൾ അവൻ ആ ഫോൺ എടുത്തിട്ട് അങ്ങോട്ട് പുറത്തേക്ക് പോവുകയാണ്. അപ്പോൾ ജിയുൺ ഇവൻ്റെ മൊബൈൽ ശ്രദ്ധിക്കുന്നുണ്ട്. കാരണം ഇവൻ്റെ മൊബൈലിൽ ഒരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ഇവൾക്ക് മുൻപൊരിക്കൽ ഒരു ഫ്ലാഷ് ലൈറ്റ് അടിച്ചു കൊടുത്തില്ലേ ഇവർ ഫസ്റ്റ് ആയിട്ട് മീറ്റ് ചെയ്തപ്പോൾ, അന്നൊരു സ്റ്റിക്കർ ഉണ്ടായിരുന്നു. ആ സ്റ്റിക്കർ ആണെങ്കിൽ ഇന്ന് കാണാനില്ല ഇവൻ്റെ ഫോണിൽ. അപ്പോൾ അതവൾ ശ്രദ്ധിക്കുന്നുണ്ട് കേട്ടോ. അതെവിടെ പോയാണാവോ എന്നൊക്കെ ഇതിനിടയിൽ അവൾ ആലോചിക്കുന്നുമുണ്ട്. അങ്ങനെ ദേ നെക്സ്റ്റ് ഇവരുടെ മീറ്റിംഗ് നടക്കുകയാണ് കേട്ടോ. അപ്പോൾ പുതിയ പ്രൊജക്റ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മുടെ ജിയുൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു പെന്ന് നിലത്തേക്ക് വീഴാണ് കേട്ടോ. അപ്പോൾ ജിയുണിന് പെണ്ണെടുത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട് യുൻഹോയും താഴേക്ക് കുനിയുന്നുണ്ട്. കൂടെ തന്നെ നമ്മുടെ ജിയുണും പെണ്ണെടുക്കാൻ വേണ്ടി കുനിയുന്നുണ്ട് കേട്ടോ. ആ ടൈമിൽ രണ്ടുപേരും ഒന്ന് ക്ലോസ് ആയി വരുമ്പോൾ പെട്ടെന്ന് തലേ ദിവസത്തെ ഇതേപോലത്തെ ഒരു ഇൻറ്റിമേറ്റ് സീന് ഇവളുടെ മൈൻഡിലൂടെ പെട്ടെന്ന് പാസ് ചെയ്ത് പോവുകയാണ് കേട്ടോ. ഇവള് പെട്ടെന്ന് തന്നെ വായും ചുണ്ടൊക്കെ പൊത്തിയിട്ട് അയ്യോ എന്ന് പറയാണ് കേട്ടോ. ആ തലേ ദിവസത്തെ കണ്ട ആ ഒരു ഷോക്കാണ്. അത് ഡ്രീമാണോ അല്ലേന്ന് ഇപ്പോഴും കൺഫേം ആയിട്ടില്ല നമ്മുടെ ജിയുണിന്. ബാക്കിയുള്ള സ്റ്റാഫൊക്കെ ഇവളെ ശ്രദ്ധിക്കുന്ന കാണുമ്പോൾ ജിയുൺ പറയുന്നുണ്ട്, ഒന്നുമില്ല, താഴെ ചെറിയൊരു പാർട്ടി ഉണ്ടായിരുന്നു, അത്രേ ഉള്ളൂ എന്ന് പറയാണ്. ജിയുണിനാണെങ്കിൽ ഇന്ന് വർക്കിലൊന്നും അധികം കോൺസെൻട്രേറ്റ് ചെയ്യാൻ പറ്റിയിട്ടില്ല കേട്ടോ. അപ്പോൾ ഇത് ഡ്രീം ആണോ അല്ലേ ആ ഒരു കാര്യം ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്തിന് വരയ്ക്കുന്ന ചിത്രം വരെ അവൻ്റെ ഫേസാണ്. യുൻഹോ ആണെങ്കിൽ ഒരു കോഫിയൊക്കെ ഇങ്ങനെ എടുത്ത് കുടിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഇപ്പുറത്ത് നിന്ന് നമ്മുടെ ജിയുൺ വാച്ച് ചെയ്യുന്നുണ്ട്. ജിയുണിൻ്റെ അപ്പുറത്താണെങ്കിൽ വേറെ കുറച്ച് സ്റ്റാഫ് നിൽക്കുന്നുണ്ട്. അവർ ഒരു കാർട്ടൂൺ ക്യാരക്ടർ, ഒരു അനീമ ക്യാരക്ടറിനെ കുറിച്ച് സംസാരിക്കുകയായിരുന്നു. ആ രണ്ട് സ്റ്റാഫും പറയുന്നത് ഇവൻ്റെ ഫേസ് ശരിക്കും ഒരു ആർട്ട് വർക്ക് അല്ലേ എന്ന് പറയാണ്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ സ്റ്റാഫ് രണ്ടുപേരും പരസ്പരം സംസാരിക്കായിരുന്നു. അപ്പോൾ അതിനിടയ്ക്കാണ് നമ്മുടെ ജിയുൺ പറയുന്നത്, അത് ശരിക്കും ഒരു ആർട്ടാണ് അവൻ എന്ന് പറയാണ്. ജിയുൺ ശരിക്കും ഇതൊന്നും അറിയാതെ നമ്മുടെ യുൻഹോനെ നോക്കിയിട്ടാണ് കേട്ടോ ഇത് പറഞ്ഞത്. അവരും വിചാരിക്കുന്നുണ്ട്, അതായത് ബാക്കി സ്റ്റാഫും വിചാരിക്കുന്നുണ്ട്, ഒരു കാര്യത്തിലെങ്കിലും ഇവരുടെ കൂടെ, അതായത് നമ്മുടെ ജിയുൻ്റെ അതേ ലെവലിലാണല്ലോ സ്റ്റാഫ് എന്ന് വിചാരിക്കുന്നുണ്ട്. അങ്ങനെ നമ്മുടെ ജിയുൺ പുറത്തേക്ക് ഇറങ്ങാൻ നിൽക്കുമ്പോൾ യുൻഹോയും പുറകെ ചെല്ലുന്നുണ്ട് കേട്ടോ. പക്ഷേ യുൻഹോനെ ഒരു രീതിയിലും കൂടെ കൊണ്ടുപോകാൻ ഇവൾ കൂട്ടാക്കുന്നില്ല. കുറച്ച് ഫയൽ കണ്ടുപിടിക്കണം എന്ന് പറഞ്ഞിട്ട് അവനെ തിരിച്ച് അവൻ്റെ കസാരയിൽ കൊണ്ടുപോയിരുത്താണ്. യുൻഹോ എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് വരുന്നതിന് മുൻപ് ഇവൾ പെട്ടെന്ന് തന്നെ ഓടി ലിഫ്റ്റിൽ കയറുകയാണ് കേട്ടോ. യുൻഹോയും വിചാരിക്കുന്നുണ്ട് ഇതിപ്പോൾ എന്ത് പറ്റിയതാണാവോ എന്ന്. അങ്ങനെ നമ്മുടെ ജിയുൺ ആണെങ്കിൽ ഒന്ന് റിലാക്സ് ചെയ്യാനായിട്ട് നേരെ വന്നിരിക്കുന്നത് ബുക്ക് സ്റ്റോറിലേക്കാണ് കേട്ടോ. അതായത് നമ്മുടെ സിയോക്കിൻ്റെ ബുക്ക് സ്റ്റോറിലേക്ക്. അവിടെ തന്നെ നമ്മുടെ ബിയോളും ഉണ്ട്. ബിയോളാണെങ്കിൽ ജിയുണിനെ കണ്ട വഴിക്ക് ഒരു ബുക്കും പിടിച്ചിട്ട് ഇവളുടെ അടുത്ത് വന്നിരിക്കുകയാണ് കേട്ടോ. അങ്ങനെ രണ്ടുപേരും സംസാരിച്ച് വരുമ്പോൾ രണ്ടുപേർക്കും മിൻറ്റ് ചോക്ലേറ്റ് ഭയങ്കര ഇഷ്ടമാണ്. നമ്മുടെ ബിയോള് പറയുന്നുണ്ട്, ഇവിടുത്തെ സൂപ്പർ മാർക്കറ്റിൽ മിൻറ്റ് ചോക്ലേറ്റിൻ്റെ പുതിയൊരു ഐറ്റം വന്നിട്ടുണ്ട്, നമുക്ക് രണ്ടുപേരും കൂടി ഒരുമിച്ച് പോവാമെന്ന് പറയാണ്. അപ്പോൾ ജിയുൺ ചോദിക്കുന്നുണ്ട്, അല്ല നിൻ്റെ അമ്മ എവിടെ, അമ്മേനോട് പോയി പെർമിഷൻ ചോദിക്കുന്നില്ലേ എന്ന് ചോദിക്കുകയാണ്. ബിയോളാണെങ്കിൽ പെട്ടെന്ന് തന്നെ അങ്കിൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിയോക്കിനെ വിളിക്കുകയാണ് കേട്ടോ. എന്നിട്ട് സൂപ്പർ മാർക്കറ്റിലേക്ക് പോകാനുള്ള പെർമിഷൻ വാങ്ങുകയാണ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ട് മിൻറ്റ് ചോക്ലേറ്റിൻ്റെ ഒരു ജ്യൂസ് വാങ്ങുകയാണ്. ജിയോൺ അപ്പം നമ്മുടെ ബിയോളിനോട് പറയുന്നുണ്ട്, ഇങ്ങനെ സ്ട്രേഞ്ചേഴ്സിനെ കാണുമ്പോൾ അവരുടെ കൂടെയൊക്കെ ഓരോന്നും വാങ്ങാൻ വേണ്ടി പോകരുത്, എല്ലാവരും നല്ല ആൾക്കാരാവില്ല എന്ന് പറയാണ്. അപ്പോൾ ബിയോള് പറയുന്നുണ്ട്, അതിന് നിങ്ങൾ എനിക്ക് സ്ട്രേഞ്ചർ അല്ലല്ലോ, നിങ്ങളെനിക്ക് ഒരുപാട് ഇഷ്ടമായി എന്ന് പറയാണ് കേട്ടോ. ബിയോൾ എന്നിട്ട് അവളുടെ ഏജും, അതായത് എനിക്ക് 7 വയസ്സാണ്, എൻ്റെ പേര് ബിയോൾ എന്നാണെന്നൊക്കെ സ്വയം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട് നമ്മുടെ ജിയൂണിന്. നമ്മുടെ ജിയൂണും പറയുന്നുണ്ട്, നീ ആൾ ചെറുതാണെങ്കിലും നല്ല ആൾക്കാരെയൊക്കെ സെലക്ട് ചെയ്യാൻ നിനക്ക് നന്നായിട്ട് അറിയാം, അതായത് ഇവളെ നല്ല ലേഡിയാണ്, ഇവളെ ഭയങ്കര ഇഷ്ടമാണെന്ന് നമ്മുടെ ബിയോൾ പറഞ്ഞല്ലോ, അതന്നെ. അന്ന് ഈവനിങ് നമ്മുടെ സിയോനോട് പറയുന്നുണ്ട് കേട്ടോ ഈ കാര്യങ്ങളൊക്കെ. അതായത് ബിയോളും നമ്മുടെ ജിയോണും ഭയങ്കര ക്ലോസ് ആണ്, അവർ ഒരുമിച്ച് സൂപ്പർ മാർക്കറ്റിൽ പോയി എന്നൊക്കെ പറയുകയാണ്.
എന്നിട്ട് നമ്മുടെ സിയോക്ക് പറയുന്നുണ്ട് നമ്മുടെ ജിയുണിനെയും അതുപോലെ തന്നെ യുൺഹോനെയും ഒരുമിച്ച് ഇങ്ങനെ ആലോചിക്കുമ്പോൾ ഓ എന്തോ കൊള്ളാം എന്നിങ്ങനെ പറയാണ്. അപ്പോൾ സിയോ പറയുന്നുണ്ട് ഏയ് അവർ രണ്ടുപേർക്കിടയിൽ അങ്ങനെയൊന്നുമില്ല, രണ്ടുപേരും നല്ല കോവർക്കേഴ്സ് ആണെന്ന് പറയാണ്. അങ്ങനെ ദേ നെക്സ്റ്റ് സീനിൽ ഓഫീസാട്ടോ കാണിക്കുന്നത്. ഇവിടെ ഈ ബ്ലാക്ക് കോട്ട് ഇരിക്കുന്ന അവൻ്റെ പേരാണ് ക്വാങ്. അവനാണെങ്കിൽ കസാരയിൽ ഇരുന്നുറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ കിമ്മു വന്ന് ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ കസാരയിൽ ഇരുന്നുറങ്ങുന്നത്, വീട്ടിൽ നിന്ന് ഉറങ്ങാനൊന്നും സമയം കിട്ടിയില്ലേ ചോദിക്കുകയാണ്. നമ്മുടെ ക്വാങ് ആണെങ്കിൽ ഇന്ന് പുലർച്ചെ ഒരു 3 മണിക്കൂർ 3 മണി തൊട്ട് ലൈനിൽ നിന്നിട്ട് ഒരു ഷൂ വാങ്ങിയിട്ടുണ്ട്, നല്ല അടിപൊളി ബ്രാൻഡഡ് ഷൂ. അപ്പോൾ അത് കാരണം ഇവന് ഉറങ്ങാനൊന്നും പറ്റിയില്ല, അതുകൊണ്ട് ഇവിടെ ഇരുന്ന് ഉറങ്ങുന്നത്. അപ്പോഴാണ് നമ്മുടെ ജിയുൻ്റെ ഓഫീസിലേക്ക് നല്ല ബ്രാൻഡഡ് ബാഗൊക്കെ പിടിച്ചിട്ട് ഒരാൾ കയറി പോകുന്നത് കേട്ടോ. ആ ബാഗ് കാണുമ്പോൾ തന്നെ നമ്മുടെ ക്വാങ് പറയുന്നുണ്ട് ആ ബാഗ് ഭയങ്കര റയർ ആയിട്ടുള്ള ഒരു ഐറ്റം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതായത് ഈ ബാഗ് പിടിച്ചുകൊണ്ട് ഈ ലക്ഷറി ബാഗ് പിടിച്ചുകൊണ്ട് പോകുന്ന ആൾ ഡിലക്സ് ലൈൻ എന്ന് പറയുന്ന ഒരു ഓൺലൈൻ ലക്ഷറി ബ്രാൻഡിൻ്റെ സിഇഒ ആണ് കേട്ടോ. ജിൻ എന്നാണ് പേര്, സിഇഒ ജിൻ. അപ്പോൾ ജിൻ എന്തിനാണ് വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ലക്ഷറി ബ്രാൻഡ് അപ്രൈസറിനെ ഇവരുടെ ബ്രാൻഡിന് ആവശ്യമുണ്ട്. അതായത് അത്യാവശ്യം നല്ല എക്സ്പീരിയൻസ് ഉള്ള ഒരു നല്ല സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരു എക്സ്പേർട്ട് ആയിരിക്കണം. അതായത് അപ്രൈസർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഐറ്റം ഫേക്ക് ആണോ റിയൽ ബ്രാൻഡാണോ എന്നൊക്കെ കറക്റ്റായിട്ട് ഒറ്റ നോട്ടത്തിൽ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരാൾ. മാത്രമല്ല എക്സ്പീരിയൻസ് മാത്രം പോരാ, സർട്ടിഫൈഡ് ആയിട്ടുള്ള ആളും കൂടി ആയിരിക്കണം. അപ്പോൾ ജിന്നായിട്ട് സ്വയം അന്വേഷിച്ചു കുറേ ആൾക്കാരെ. അപ്പോൾ സർട്ടിഫൈഡ് ആയിട്ടുള്ള ആൾക്കാരെ കിട്ടുമ്പോൾ അവർക്ക് എക്സ്പീരിയൻസ് കുറവായിരിക്കും. എക്സ്പീരിയൻസ് കൂടുതലുള്ള ആൾക്കാരെ നോക്കുമ്പോൾ അവർക്ക് സർട്ടിഫിക്കേഷനും ഉണ്ടാവില്ല. അങ്ങനെയാണ് നമ്മുടെ ജിൻ എന്ന് പറയുന്ന ഈ ഒരു സിഇഒ പീപ്പിൾസ് എന്ന ഈ ഒരു കമ്പനീനെ ആശ്രയിക്കുന്നത്. നമ്മുടെ ജിയണും വാക്ക് കൊടുക്കുന്നുണ്ട്, ഇവർ വിചാരിക്കുന്ന പോലത്തെ അതേ ആളെ സെറ്റാക്കി കൊടുക്കുന്നു. ജിൻ പോയതിന് ശേഷം സിയോയും നമ്മുടെ യുൺഹോയും ജിയുണും കൂടിയിട്ട് ഈ മാറ്ററിനെ ഈ ഒരു പ്രൊജക്റ്റിനെ കുറിച്ച് ഇങ്ങനെ ഡിസ്കസ് ചെയ്യാണ്. ഈ ഒരു പ്രൊജക്റ്റ് ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ ഒരാൾ ഇവരുടെ കൂട്ടത്തിലുണ്ട്, അതായത് നമ്മുടെ ക്വാങ് ആണെന്നാണ് സിയോ പറയുന്നത് കേട്ടോ. അപ്പം നമ്മുടെ ജിയൂൺ പറയുന്നുണ്ട് ഓ ടീം 2 കിം ക്വാങ് ഹി അല്ലേ എന്ന് ചോദിക്കുകയാണ്. പെട്ടെന്ന് തന്നെ നമ്മുടെ യുൺഹോ ഇവളെ തിരുത്തുകയാണ്, അതായത് കിം അല്ല ലീ ക്വാങ് ഹി, അത് ടീം 1 നിന്നാണ് 2 അല്ല എന്ന് പറഞ്ഞിട്ട് ഇവളെ തിരുത്തി കൊടുക്കുകയാണ്. ഇവർ ഈ ഒരു ഡ്യൂട്ടി നമ്മുടെ ക്വാങ്ങിനെ ഏൽപ്പിക്കുകയാണ്. നെക്സ്റ്റ് സീനിൽ നമ്മുടെ പീപ്പിൾസിലത്തെ ഇൻവെസ്റ്ററിലെ വു അവനെ ആട്ടോ കാണിക്കുന്നത്. അവനാണെങ്കിൽ ഒരു പബ്ലിഷിംഗ് ഹൗസിലേക്ക് കുറച്ച് കാര്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അപ്പോഴാണ് ഇവിടെ ഇരിക്കുന്ന ഒരു ബുക്ക് ഇവൻ നോട്ട് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഈ പബ്ലിഷിംഗ് ഹൗസിലത്തെ ആൾ പറയുന്നുണ്ട് ഇത് ഭയങ്കര നല്ലൊരു ബുക്കാണ്, കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും, പക്ഷേ ഇങ്ങനത്തെ ബുക്സ് അധികം സെല്ലായി പോകുന്നില്ല. ഇതിൻ്റെ ഓതറും നല്ലൊരു ക്യാരക്ടറുള്ള ഒരു ലേഡിയാണെന്നൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്താണ് അവിടെ നിന്ന് നമ്മുടെ സുഹ്യോങ് പുറത്തേക്ക് വരുന്നത് കേട്ടോ. അവളാണെങ്കിൽ ഈ പബ്ലിഷിംഗ് ഹൗസിൻ്റെ കീഴിലാണ് അവളുടെ ബുക്ക് പബ്ലിഷ് ചെയ്യണേ. അപ്പോൾ ഇവിടുത്തെ എഡിറ്ററിനെ മീറ്റ് ചെയ്യാൻ വേണ്ടി വന്നതാണ്. അങ്ങനെ എഡിറ്ററൊക്കെ ആയിട്ടുള്ള സംസാരം കഴിഞ്ഞ് ആ ഒരു റൂമിനകത്തുനിന്ന് പുറത്തേക്ക് ഇറങ്ങുമ്പോഴാണ് വൂനെ കാണുന്നത് കേട്ടോ. വൂ പെട്ടെന്ന് തന്നെ ചോദിക്കുന്നുണ്ട്, അല്ല ഈ ബുക്കിൻ്റെ ഓതർ നിങ്ങളല്ലേ, മാത്രമല്ല നിങ്ങളല്ലേ അന്ന് ആ കിൻഡർ ഗാർഡൻ്റെ അവിടെ വെച്ചിട്ട് എന്നെ ഡാഡി എന്ന് വിളിച്ച് ഫാദർ എന്ന് വിളിച്ചെന്ന് ചോദിക്കുകയാണ്. രണ്ടുപേരും കൂടിയിട്ട് ലിഫ്റ്റിൽ കയറുകയാണ് കേട്ടോ. അപ്പോൾ ലിഫ്റ്റിൽ കയറുമ്പോൾ നമ്മുടെ സുഹ്യോനാണെങ്കിൽ ഇവനോട് ഒരു സോറി ഒക്കെ പറയുന്നുണ്ട് കേട്ടോ, അന്ന് അങ്ങനെ വിളിച്ചല്ലോ. അപ്പോൾ അതിനൊരു സോറി ഒക്കെ പറയുന്നുണ്ട്. അങ്ങനെ രണ്ടുപേരും കുറച്ച് ഫ്രണ്ട്ലി ആവുകയാണ്. പൂവാണെങ്കിൽ പെട്ടെന്ന് തന്നെ ഇവളുടെ നിന്ന് ഒരു ഓട്ടോഗ്രാഫ് വാങ്ങാണ് കേട്ടോ. എന്നിട്ട് പറയുകയാണ് എനിക്ക് ഏർലി ഇൻവെസ്റ്റ്മെൻറ്റ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ്, കുറച്ച് കഴിയുമ്പോൾ നിങ്ങൾ വലിയൊരു ഓതറായി മാറും, അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ഓട്ടോഗ്രാഫ് കൊണ്ട് എനിക്ക് ക്യാഷ് ഉണ്ടാക്കാൻ പറ്റും. സുഹ്യോനാണെങ്കിൽ ഓ നല്ല കാര്യം എന്ന് പറഞ്ഞിട്ട് അതിൽ ഓട്ടോഗ്രാഫും ചെയ്തു കൊടുക്കുന്നുണ്ട്. അങ്ങനെ സുഹ്യോനാണെങ്കിൽ അവളുടെ ഫ്ലോർ എത്തുമ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ് കേട്ടോ. അപ്പോൾ തൊട്ടു പുറകെ വൂ ചെന്ന് പറയാണ് അടുത്ത ബുക്ക് സക്സസ് ആവട്ടെ എന്ന് പറഞ്ഞ് ഉറക്കെ ഓളിയിടുകയാണ് കേട്ടോ. സുഹ്യോനാണെങ്കിൽ ഒരുപാട് ആൾക്കാരുടെ ഇടയിൽ ഇവൻ ഇങ്ങനെ പ്രൈസ് ചെയ്യുന്നത് കേൾക്കുമ്പോൾ കുറച്ചൊക്കെ ചമ്മുന്നുണ്ട്, എങ്കിലും അവൻ കാണിച്ച ആ ഒരു റെസ്പെക്റ്റ് തിരിച്ചു അവൾ കാണിക്കുകയാണ് കേട്ടോ. സക്സസ് ആവട്ടെ എന്ന് പറഞ്ഞിട്ട് അവളും അതുപോലെ തന്നെ കൈ ഉയർത്തി ചീർ ചെയ്യാണ് രണ്ടുപേരും. അങ്ങനെ നെക്സ്റ്റ് സീനിൽ ഇവർ ഈ ഒരു ഡിലക്സ് എന്ന് പറയുന്ന കമ്പനിയിലേക്ക് അല്ലെങ്കിൽ ആ ഒരു ബ്രാൻഡിലേക്ക് വേണ്ടിയിട്ട് 3 കാൻഡിഡേറ്റ്സിനെ കണ്ടുപിടിച്ച് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ബ്രാൻഡ് ഇവരോട് ചോദിച്ച പോലെ തന്നെ നല്ല എക്സ്പീരിയൻസും അതുപോലെ തന്നെ സർട്ടിഫൈഡ് ആയിട്ടുള്ള ഒരാളെ തന്നെയാണ് ഇവർ കണ്ടുപിടിച്ച് വെച്ചിരിക്കുന്നത്. നമ്മുടെ ക്വാങ് പോയിട്ട് ഇവർ സെലക്ട് ചെയ്ത ആളെ കണ്ട് ഇൻ്റർവ്യൂവിനുള്ള കാര്യങ്ങളൊക്കെ ശരിയാക്കുകയാണ് കേട്ടോ. നെക്സ്റ്റ് സീനിൽ ഈ പീപ്പിൾസിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന നമ്മുടെ മിസ്റ്റർ വൂനെ ആട്ടോ കാണിക്കുന്നത്. വൂ ആണെങ്കിൽ എപ്പോഴും വരാറുള്ള പോലെ ഭയങ്കര ജോളിയായിട്ട് ഹായ് എന്നൊക്കെ പറഞ്ഞിട്ടാട്ടോ വരുന്നത്. പക്ഷേ ബാക്കിയുള്ള കൊളീഗ്സിൻ്റെയൊക്കെ സൈലൻസ് ഒക്കെ കാണുമ്പോൾ ഇവൻ വിചാരിക്കുന്നുണ്ട്, അല്ല ഇങ്ങനത്തെ ഒരു സീന് മുൻപ് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ, ഇതൊരു ദേജാവു ആണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിക്കുകയാണ്. എന്നിട്ട് അവൻ്റെ കൊളീഗിനോട് വന്നിട്ട് കാര്യം എന്താണെന്ന് ചോദിക്കുകയാണ്. അപ്പോൾ കാര്യം വേറെ ഒന്നല്ല, ഇവർ സെറ്റാക്കി വെച്ച അതായത് ഡിലക്സ് ലൈൻ എന്ന് പറയുന്ന കമ്പനിയിലേക്ക് ഇവർ കണ്ടുപിടിച്ച ആളെ വേറൊരു കമ്പനിയിലേക്ക് മാറ്റി. അപ്പോൾ ആരാണ് ഈ ഇടയിൽ കയറി കളിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കറിയാലോ, കരിയർ വേ. പീപ്പിൾസ് എന്ന് പറയുന്ന ഈ ഒരു കമ്പനി വേറൊരു കമ്പനിയിലേക്ക് വേണ്ടി കണ്ടുപിടിച്ച് വെച്ച കാൻഡിഡേറ്റിനെ നമ്മുടെ കരിയർ വേ മോഷ്ടിച്ച് വേറൊരു കമ്പനിയിലേക്ക് മാറ്റി.
അപ്പോൾ ഈ കരിയർ വേ കുറച്ച് നാളായി നമ്മുടെ പീപ്പിൾസിനോട് ചെയ്തുകൊണ്ടിരിക്കുന്നത് പീപ്പിൾസിൻ്റെ റെപ്യൂട്ടേഷനെ അഫക്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. ഈ പീപ്പിൾസിൻ്റെ റെപ്യൂട്ടേഷനെ അഫക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ കരിയർ വെയറിനെ ആരെ ഹെൽപ്പ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻപ് പീപ്പിൾസിൽ വർക്ക് ചെയ്ത എംപ്ലോയിയാണ്. ഈ ഒരു എംപ്ലോയിനെയാണ് നമ്മുടെ ജിയോൺ മുൻപ് ഈ പീപ്പിൾസിൽ നിന്ന് ഫയർ ചെയ്തത്. ഇവൻ കുറച്ച് ഉടായ്പൊക്കെ കാണിച്ചിട്ട് നമ്മുടെ ജിയോൺ പറഞ്ഞയച്ചിരുന്നു ഇവിടെ നിന്ന്. ജിയോൺ പറഞ്ഞയച്ചപ്പോൾ, അതായത് പീപ്പിൾസിൽ നിന്ന് പുറത്താക്കിയപ്പോൾ ഇവൻ നേരെ വന്ന് ജോയിൻ ചെയ്യുന്നത് കരിയർ വേയിലാണ് കേട്ടോ. അപ്പോൾ ഈ പീപ്പിൾസിനോടുള്ള ഇവൻ്റെ റിവെഞ്ചും കൂടിയിട്ടാണ് ഇവനിവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജിയൂണാണെങ്കിൽ നമ്മുടെ ക്വാങ്ങിനോട് ഒരുപാട് ദേഷ്യപ്പെടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ക്വാങ്ങിൻ്റെ ഡ്യൂട്ടി ആയിരുന്നല്ലോ ഈ ഒരു പ്രൊജക്റ്റ് നന്നായി നടത്തുക എന്നത്. അപ്പോൾ ക്വാങ് പറയുന്നുണ്ട് ഇവർ കണ്ടുപിടിച്ച കാൻഡിഡേറ്റ് കുറച്ച് സമയം ചോദിച്ചു, പക്ഷേ ഇങ്ങനൊരു കാര്യം ഉണ്ടാവുമെന്ന് ഇവൻ തീരെ പ്രതീക്ഷിച്ചില്ല. അപ്പോൾ ജിയൂൺ ചോദിക്കുന്നുണ്ട്, ഒരു കാൻഡിഡേറ്റ് കൂടുതൽ സമയം ചോദിക്കുന്നുണ്ടെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവും, അപ്പോൾ അത് മനസ്സിലാക്കാനുള്ള ബോധം നിനക്ക് ഇല്ലേ എന്നാണ് ചോദിക്കുന്നത്. പ്ലാൻ ബി ആണെങ്കിൽ നമ്മുടെ ക്വാങ്ങിൻ്റെ കയ്യിൽ ഒന്നും തന്നെ ഇല്ല കേട്ടോ. മാത്രമല്ല ക്വാങ്ങിന് ഇന്ന് ഈ ഡിലക്സ് ലൈൻ്റെ CEO ആയിട്ട് ഒരു മീറ്റിങ്ങും ഉണ്ട്. ആ ഒരു മീറ്റിങ്ങിന് നമ്മുടെ യുൻഹോയും ജിയോണും കൂടി ചെല്ലുകയാണ്. അപ്പോൾ ഡിലക്സ് ലൈൻ്റെ CEO ആണ് ചോദിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരു കോമ്പറ്റീറ്ററിൻ്റെ മുമ്പിൽ നിങ്ങളിങ്ങനെ തോറ്റു പോവുകയാണോ, അപ്പോൾ എൻ്റെ വർക്കിൻ്റെ കാര്യം എന്താവുമെന്ന് ചോദിക്കുമ്പോൾ നമ്മുടെ ജിയും പറയുന്നുണ്ട് ഇനിയും ടൈമുണ്ട്, അതിനുള്ളിൽ യോജിച്ച ആളെ സെറ്റാക്കി തരുമെന്ന് പറയുകയാണ്. അങ്ങനെ റിമൈനിങ് ടൈമിൻ്റെ ഉള്ളിൽ കുറച്ചുകൂടെ ക്വാളിഫൈഡും ബെറ്റർ എക്സ്പീരിയൻസ് ഒക്കെ ഉള്ള ഒരാളെ തന്നെ സെറ്റാക്കുന്ന വാക്ക് കൊടുക്കുകയാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ ജിയൂനോട് നിന്ന് ഇറങ്ങുകയാണ്. അപ്പം നമ്മുടെ ക്വാങ്ങിനെ ഹെൽപ്പ് ചെയ്യാനായിട്ട് യുൻഹോനെയും ഏൽപ്പിക്കുന്നുണ്ട് നമ്മുടെ ജിയൂൺ. ക്വാങ്ങിൻ്റെ ജോലിയാണെങ്കിൽ ഓൾമോസ്റ്റ് പോവും എന്നുള്ളൊരു സിറ്റുവേഷനിലാണ് ക്വാങ് ഇപ്പോൾ നിൽക്കുന്നത് കേട്ടോ.